ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺഡേ റുട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ 2 ആഴ്ചത്തേക്ക് ഹസ്ബൻഡ് ഇപ്പോൾ ഡേ ഷിഫ്റ്റാണ് എടുക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് പോകുന്നത്. അവർക്ക് ക്യാബ് വരും. അപ്പോൾ അതിലേക്ക് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ നൈറ്റായിരിക്കും വരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ചത്തേക്കാണ് ഈ ഒരു ഷിഫ്റ്റ് എടുത്തേക്കുന്നത്. ഹസ്ബൻഡ് രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞാൻ രാവിലെ തന്നെ ചെയ്ത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ലേറ്റാക്കത്തില്ല. പെട്ടെന്ന് തന്നെ രാവിലെ കിച്ചണിൽ കയറിയിട്ട് എല്ലാം അങ്ങ് ചെയ്ത് വെക്കാനായിട്ട് നോക്കും. അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ഡ്രസ്സ് എടുത്തു എന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ആൾട്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ചെറിയ റൂമിലാണ് ഞാനിപ്പോൾ തയ്യൽ മെഷീൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇത് ഏകദേശം ഒരു 3 മണിക്കൂറോളം എടുത്തു ഈ ഒരു 4 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിരുന്നാൽ മതി. ഇത് ഞാൻ സ്പെൻസർ പ്ലാസയിൽ പോയപ്പോഴത്തേനും അവിടെ ആദിൽ ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് എടുത്തത്. ഇതെല്ലാം റയോൺ മെറ്റീരിയലാണ്. അധികം അങ്ങനെ നമുക്ക് ചൂട് തോന്നത്തില്ല. സമ്മറിന് പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ കോളർ കുർത്തീസാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡെയിലി വിയർ കുർത്തീസാണ്, പുറത്തിടാനും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതായിരുന്നു. പിന്നെ ഈ ഒരു സ്കൈ ബ്ലൂ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹസ്ബൻഡ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച് തന്നതാണ്. അപ്പോൾ ഞാനത് അന്ന് ഇതിൻ്റെ കൂടെയുള്ളൊരു മെറൂണ് ഞാൻ അന്ന് തന്നെ സൈഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴാണ് ഞാനൊന്ന് സൈഡൊക്കെ ഒന്ന് ശരിയാക്കിയത്. പിന്നെ 2 ജെഗിങ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണയായിട്ട് ആങ്കിൾ ലെങ്ത് ലെഗിൻസാണ് ഇടുന്നത്. അങ്ങനെ ഒരുപാട് ചുരി ബോട്ടമായിട്ടുള്ളത് അങ്ങനത്തെ ഇടത്തില്ല കേട്ടോ. എനിക്ക് ഈ ഒരു ആങ്കിൾ ലെങ്ത് വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ 2 കളർ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. നമ്മുടെ സ്കൈ ബ്ലൂ കളറിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു മെറൂൺ കളർ ജെയിൻസ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാനും ആമിയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയേക്കാണല്ലോ. അപ്പോൾ ഞാനും മോളും മാത്രമാണ് വീട്ടിലുള്ളത്. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പാത്രം കഴുകിയില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ചൂട് തന്നെയാണ്. ചൂട് കൊണ്ടാണ് രാവിലെ തന്നെ എല്ലാം കൂടി തിരക്കടിച്ച് ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ പാത്രം കഴുകൽ ഞാനിപ്പോൾ ദിവസത്തിൽ 1-2 തവണയേ ചെയ്യാറുള്ളൂ. രാവിലത്തെ പാത്രങ്ങളെല്ലാം കൂടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കാണുള്ളൂ. അതൊക്കെ ഞാൻ നൈറ്റ് തന്നെ അങ്ങ് കഴുകി വയ്ക്കും. ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കാനായിട്ട് ഞാൻ നോക്കത്തില്ല. മാക്സിമം കുറച്ച് സമയമാണ് നിൽക്കുന്നത്. പിന്നെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന സാമ്പാറുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ഫ്രിഡ്ജാണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ വലിയ ഫ്രിഡ്ജിൽ, ഈ ഒരു ചെറിയ ഫ്രിഡ്ജിലേക്ക് നമുക്ക് എല്ലാം കൂടി വെക്കാൻ പറ്റാത്തത് കൊണ്ട് കറികളൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി വെച്ചേക്കും. നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചേക്കും. ഇപ്പോൾ സാമ്പാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചേക്കും. അപ്പോൾ നൈറ്റും കൂടി നമുക്ക് എടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ കൈയോടെ തന്നെ ഞാനൊന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ്. ഈ റീസെൻ്റായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അൻസി കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ ഐസ് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പലരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്കും എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്തും ഈ ഫ്രിഡ്ജാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഐസ് കട്ട പിടിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളറിലുള്ള ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ ഫ്രീസറിനകത്ത്. അതിൻ്റെ മേലെ ഇങ്ങനെ ഐസ് മൂടി കെട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഐസ് ഇങ്ങനെ കട്ട പിടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് ഫ്രിഡ്ജ് എടുത്തപ്പോഴത്തേനും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ വസന്താൻകോയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞത് ആഴ്ചയിൽ 3 ദിവസം ഡീഫ്രോസ്റ്റിംഗ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രീസറിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ആ സെൻറ്റർ ബട്ടൺ കണ്ടോ, ആ ഒരു ബ്ലൂ കളറിൽ വരുന്നത്, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങനെ പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്വിച്ച് ഒന്നും ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ പുറക് ഭാഗത്തൊരു ട്രേ പോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പലർക്കും ഇത് അറിയാമായിരിക്കും. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിൽ ഐസൊക്കെ ഇങ്ങനെ ഒരുകി വെള്ളമായിട്ട് ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് കളയണം. കൃത്യമായിട്ട് നമ്മളിത് ആഴ്ചയിൽ 3 ദിവസം ഇത് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് പെട്ടെന്ന് തന്നെ കേടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വെച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും നശിച്ച്
നശിച്ച് പോകും, പെട്ടെന്ന് തന്നെ ഐസ് കട്ടയൊക്കെ പിടിച്ച് അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം ഞാൻ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ബാക്കിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു തവി യൂസ് ചെയ്തിട്ട് ഈ ഒരു ചെറിയൊരു സ്പോഞ്ച് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും. എന്നിട്ടും വെള്ളം പോയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോട്ടൺ തുണി ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാക്കിലുള്ള സ്ക്രൂ ഒന്ന് അഴിച്ചെടുത്തിട്ട് ആ ട്രേ കൊണ്ടുപോയി കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മെനക്കേടായതുകൊണ്ട് സ്ക്രൂ ഒന്നും അഴിച്ച് മാറ്റാതെ തന്നെ കുറച്ച് ഫ്രിഡ്ജ് ഫ്രണ്ടിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. നമുക്ക് ഫ്രിഡ്ജ് ഒരുപാട് നാൾ ഇരിക്കത്തില്ല. പ്രത്യേകിച്ച് സിംഗിൾ ഡോറിലാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ഡബിൾ ഡോർ ആണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല. ഇതുപോലെ പുറകിൽ വരുന്ന വാട്ടറൊക്കെ അത് വേപ്പറൈസ് ആയിട്ട് പോകും. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെയല്ല, എടുത്ത് ക്ലീൻ ചെയ്യുക തന്നെ വേണം. അത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതുപോലൊരു സ്പോഞ്ച് മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഈസി ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ആഴ്ചയിൽ 3 ദിവസമാണ് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരേക്കും എൻ്റെ ഫ്രിഡ്ജിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ മേടിച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇതുവരെയും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രിഡ്ജ് മേടിച്ചതിൻ്റെ വ്ളോഗ് ഞാനിതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ആ ഒരു സ്പോഞ്ച് ഞാൻ യൂസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുമുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പോഞ്ചാണ്. പിന്നെ കൈയോടെ തന്നെ ഞാൻ കിച്ചൺ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഈ ഒരു ചെറിയൊരു കോർണർ ഷെൽഫ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ്, ഇത് ഞാനൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിയും അഴുക്കൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. പിന്നെ ഇവിടെ മെയിനായിട്ട് ഞാൻ കപ്പാണ് വെച്ചിരിക്കുന്നത്. ടീ കുടിക്കുന്ന കപ്സും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഹോൾഡറും പിന്നെ മിക്സിയുടെ ജാറും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഹോൾഡറിൽ ഞാനൊരു ചെറിയൊരു ഫ്ലേവർ വേസ് പോലെ വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, പ്ലെയിനായിട്ട് അങ്ങനെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ ഇത്രയും നേരം നിന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, തളർന്നു പോയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതെടുത്തൊന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ആമിക്കും ഇത് കൊടുത്തു. ശരിക്കും ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രിഡ്ജ് ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല. പിന്നെ നല്ല തണുപ്പുണ്ട് ഈ ഒരു തണ്ണിമത്തൻ. ഞാനങ്ങനെ അവൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്, ഞാനും ആമിയും കൂടി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുറകിലുള്ള വാട്ടർ എടുത്ത് മാറ്റിയില്ലേ, ആ ഒരു സമയത്ത് ഞാൻ പ്ലഗ് പിന്ന് ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പ്ലഗ് പിന്ന് ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഡീഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ അതിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങളതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ, എന്നാലും അതിൻ്റെ പുറകു വശത്തൂടി ആ വെള്ളം എല്ലാം വരും. ഏത് രീതിയിൽ വേണമെങ്കിലും ഡീഫ്രോസ്റ്റിംഗ് ചെയ്യാം. എന്തായാലും കൃത്യമായിട്ട് 3 ദിവസം ആഴ്ചയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് നന്നായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രിഡ്ജ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പലരും ഫേസ് ചെയ്യുന്ന കാര്യം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ക്ലീൻ ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.